Hi friends, good morning. അപ്പോൾ എന്തൊക്കെയുണ്ട് എല്ലാവരും വിശേഷം? രാവിലെ തന്നെ ഒരു മോർണിംഗ് റൊട്ടീൻ ചെയ്യാമെന്നൊക്കെ വിചാരിച്ചിട്ടാണ് അടുക്കളയിൽ വന്ന് നിൽക്കുന്നത് കേട്ടോ. കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ട്, അതൊക്കെ ഒന്ന് വൃത്തിയാക്കണം. പിന്നെ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കണം. അപ്പോൾ എന്തൊക്കെയാണ് ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റ് കാര്യങ്ങളൊക്കെ നമുക്ക് നോക്കിയാലോ. അപ്പോൾ എന്തായാലും വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ എല്ലാവരും വീഡിയോ സ്കിപ്പ് ചെയ്യാണ്ട് കാണണം. നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരാണെങ്കിൽ ചാനൽ ഒന്ന് സപ്പോർട്ട് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം, ലൈക്ക് ചെയ്യുക കേട്ടോ. അപ്പം തന്നെ വീഡിയോയിലേക്ക് പോയാലോ. അപ്പോൾ രാവിലെ എണീച്ച് ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കാമെന്ന് വിചാരിച്ചിട്ട് അടുക്കളയിൽ കയറിയാണ്. അപ്പോഴാണ് ഒരു കാര്യം ഓർമ്മ വന്നിട്ട് ഗൈസ്, നമ്മളിവിടെ നമ്മുടെ പയറിനും ചെറിയ ചെറിയ പച്ചക്കറിയൊക്കെ ഉണ്ടല്ലോ നമ്മുടെ ചുറ്റും വെച്ചിട്ടുണ്ടല്ലോ ഇക്ക. അപ്പോൾ അതൊക്കെ ഒന്ന് നനയ്ക്കണം എന്ന് തോന്നിയിട്ടാണ്. അപ്പോൾ ഒക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു നന്നായി നനച്ച് കൊടുത്തിട്ടുണ്ടെങ്കിൽ നന്നായിട്ട് അതിൽ കായ്ഫലം ഉണ്ടാവുന്നു കേട്ടോ. അപ്പോൾ അത് അവിടെ നിന്ന് കുറച്ച് പയർ നമ്മളിങ്ങനെ മുകളിലേക്ക് അത് പന്തൽ പോലെയൊക്കെ കെട്ടിയിട്ട് കൊടുത്തിട്ടുണ്ടല്ലോ, ഞാൻ കഴിഞ്ഞ ദിവസം വീഡിയോയിലൊക്കെ കാണിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ ഒന്ന് നനച്ച് കൊടുക്കാമെന്ന് വിചാരിച്ചിട്ട് വെളിയിൽ ഇറങ്ങിയിട്ടാണ്. അപ്പോൾ ഇങ്ങനത്തെ കാര്യം എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ മക്കളൊക്കെ ഇന്ന് മദ്രസയിൽ ഇന്ന് വെള്ളിയാഴ്ചയാണല്ലോ, മദ്രസയ്ക്ക് പോയിട്ടില്ല. അത് ഇന്നത്തെ വീഡിയോ തന്നെയാണ് കേട്ടോ. അപ്പോൾ അവർ കുറച്ച് നേരം അവിടെ കിടക്കട്ടെ എന്ന് വിചാരിച്ചു. അപ്പോൾ അത് രാവിലെയാണ് കേട്ടോ. പക്ഷേ 7 മണി ആകുമ്പോഴേക്കൊക്കെ നല്ല വെയിലായിട്ടുണ്ട്, ആ ഒരു സൈഡിലേക്ക് വെയിലായിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇവിടേക്ക് ഒന്ന് അടിച്ചു കോരി വൃത്തിയാക്കി അവിടുത്തെ ചപ്പും കുപ്പയൊക്കെ ഒന്ന് മാറ്റിയതിന് ശേഷം വെള്ളം ഒഴിച്ച് കൊടുക്കാമെന്ന് വിചാരിച്ചിട്ട് ഞാൻ ഈ ഒരു സൈഡിലെത്തിയിട്ടുണ്ട് കേട്ടോ. നമ്മൾ ഈ അടുക്കളപ്പുറത്തൂടെ കവർ ഭാഗത്തേക്ക് ഇട്ടിട്ട് ആ കവറൊക്കെ കൂടിയിട്ട് കളക്ട് ചെയ്ത് വെക്കും കേട്ടോ, ഒരു ഹരിതകർമ്മസേനയ്ക്ക് കൊടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ നമ്മൾ എളുപ്പപ്പണിക്ക് വേണ്ടിയിട്ട് ഈ ബാക്കിൽ കൂടെ അങ്ങനെ ജനലുമ്മ കൂടെ ഇടുന്നതാണ് കേട്ടോ. അപ്പോൾ അതിനെയൊക്കെ ഒന്ന് മാറ്റി വൃത്തിയാക്കി അവിടെയൊക്കെ ഒന്ന് വൃത്തിയാക്കിയ ശേഷം ഞാൻ വെള്ളമൊക്കെ ഒന്ന് ചീരാക്കി ഒഴിച്ചു കൊടുക്കുകയാണ് കേട്ടോ. അപ്പോൾ രണ്ട് തവണ നമ്മളിതിന്ന് പറിച്ചെടുത്തു കേട്ടോ. അപ്പോൾ അതിനെ നന്നായിട്ട് നോക്കിയിട്ടുണ്ടെങ്കിൽ നല്ല രീതിയിൽ വരികയും ചെയ്യും കേട്ടോ. അപ്പോൾ എന്തെങ്കിലുമൊക്കെ വെച്ച് പിടിപ്പിച്ചിട്ട് അതിൽ വെള്ളം ഒഴിക്കാനും കായ് പറിക്കാനൊക്കെ നല്ല രസമാണ് കാണാനൊക്കെ. അപ്പോൾ ഇക്ക അവിടെ നിൽക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇക്ക വന്ന് വെച്ചാൽ ഈ ഒരു ചെറിയ ചെറിയ കൃഷിയാണ്, ചീര അതുപോലെ പയർ, അതൊക്കെ നോക്കി എടുക്കാനും പിടിക്കാനൊക്കെ ഇക്കൊക്കെ നല്ല ഇഷ്ടമാണ് കേട്ടോ. അപ്പോൾ നമ്മളവിടെ കുറച്ച് ബാക്ക് വശം ഒന്ന് അടിച്ചു കോരി കൂടെ കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ കഴിഞ്ഞിട്ട് മുഖമൊക്കെ കഴുകി ഞാൻ വീണ്ടും അടുക്കളയിലെത്തി. ഇനിയിപ്പോൾ എന്തായാലും ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു കേട്ടോ. അപ്പോൾ പാലൊന്ന് കാച്ചി എടുക്കുന്നുണ്ട്. പിന്നെ അതാ ഒരടുപ്പിൽ കോഴിമുട്ട വേഗം വെച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മന്ന് മുട്ടക്കറിയും ചപ്പാത്തി ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഇക്ക അപ്പുറത്ത് വന്ന് ഇരിക്കുന്നുണ്ട്. അപ്പോൾ ഇക്കാക്ക് ഞാനൊരു ചായ ഇട്ട് കൊടുത്തു കേട്ടോ. അപ്പോൾ ഇനി എന്താണെന്ന് വെച്ചാൽ മുട്ടക്കറി ഉണ്ടാക്കണം. അപ്പോൾ പൊന്നൂസിനൊന്ന് ട്യൂഷൻ ഉണ്ട്, അവൻ പോയിട്ട് വരുമ്പോഴേക്കും നമുക്ക് ബ്രേക്ക്ഫാസ്റ്റൊക്കെ ഉണ്ടാക്കി റെഡിയാക്കണം. അപ്പോൾ രാവിലെ എണീച്ച് വെളിയിലെ പണിയൊക്കെ ചെയ്യുമ്പോൾ നല്ലൊരു എനർജിയാണ് കേട്ടോ. അതൊക്കെ കഴിഞ്ഞിട്ട് നമ്മൾ മുഖമൊക്കെ കഴുകിയിട്ട് അടുക്കളയിൽ നിൽക്കുമ്പോണ്ടല്ലോ ഒരു പ്രത്യേക ഒരു സന്തോഷമൊക്കെ തോന്നുന്നുണ്ടോ. അപ്പോൾ ഞാൻ ഈ മുട്ടക്കറി ഉണ്ടാക്കുന്ന രീതി എങ്ങനെയാണെന്നറിയോ, തേങ്ങ അരച്ചിട്ടും ചേർക്കും, തേങ്ങ അരയ്ക്കാതെയും ചേർക്കും. അപ്പോൾ തേങ്ങ അരച്ചിട്ട് ചേർക്കുമ്പോൾ വേറൊരു ടേസ്റ്റാണ്, രണ്ടിനും രണ്ട് ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ ഞാൻ ഇത്തിരി കൊഴുപ്പ് പോലെ ഒന്ന് കിട്ടട്ടെ പറഞ്ഞിട്ട് നമ്മൾ സവാളയും തക്കാളിയൊക്കെ വതക്കിയിട്ടുണ്ടാവുമല്ലോ, അപ്പോൾ അതിനെ ഞാൻ കുറച്ചൊന്ന് മാറ്റി വെക്കും കേട്ടോ. അത് പേസ്റ്റ് രൂപത്തിലൊന്ന് അരച്ചെടുത്തിട്ട് ഈ കറിയിലേക്ക് ചേർക്കുകയാണെങ്കിൽ നല്ല ടേസ്റ്റ് ആയിരിക്കും കേട്ടോ. അതിന് വേണ്ടിയിട്ട് ഞാനത് അവിടെ കുറച്ച് മാറ്റി വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇന്നലെ അത് പറയാൻ മറന്നിരിക്കുകയാണ്, എൻ്റെ മോള് പാട്ടിന് ചേർന്നുണ്ടായിരുന്നു എന്ന് പറഞ്ഞില്ലേ. അപ്പോൾ അവൾക്ക് അറബി സംഘഗാനത്തിൽ ഫസ്റ്റ് കിട്ടിയിട്ടുണ്ട് കേട്ടോ അവളുടെ ഗ്രൂപ്പിന്. അപ്പം നല്ല സന്തോഷം ഉണ്ടായിരുന്നു ഇന്നലെ അവൾ സ്കൂൾ വിട്ട് വരുമ്പോൾ കേട്ടോ. അമ്മച്ചി എനിക്കാണ് ഫസ്റ്റ്. അതിൻ്റെ മുമ്പേ ഞാൻ അറിഞ്ഞു, നമ്മൾ ഗ്രൂപ്പ് ഉണ്ടാവുമല്ലോ, വാട്സപ്പ് ഗ്രൂപ്പിൽ ടീച്ചർ അയച്ച് വിട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ എനിക്ക് ഒരുപാട് സന്തോഷമായി കേട്ടോ. അപ്പോൾ ഇനി അവൾക്ക് സബ് ജില്ലയ്ക്ക് പോകണം. അപ്പോൾ ആ ഒരു സന്തോഷം കൂടെ ഞാൻ ഇതിനോടുകൂടെ അറിയിക്കുകയാണ് കേട്ടോ. അപ്പോൾ ഇന്നലെ ഒരു ബൊക്കെ കൊടുക്കുന്ന ഒരു 2 പ്രോഗ്രാം എന്ന് വെച്ചാൽ ബൊക്കെ കൊടുക്കുന്ന ഒരു ഗേളായിട്ടും അതുപോലെ സംഘഗാനമാണ് അവൾക്ക് ഉണ്ടായിരുന്നത്. അപ്പോൾ ഉടുപ്പുകളൊക്കെ മാറി ഇട്ടിട്ടായിരുന്നു കേട്ടോ അവൾ ചെയ്തിട്ടുണ്ടായിരുന്നു. ഒരുപാട് സന്തോഷമായി എന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ പ്രോത്സാഹിപ്പിച്ചു. അപ്പോൾ ഇനിയിപ്പോൾ എപ്പോഴാണ് സബ് ജില്ലയ്ക്ക് പോകണമെന്നൊക്കെ ചോദിച്ചപ്പോൾ അതൊക്കെ ഡേറ്റ് പറയും, അപ്പോൾ ഞാൻ പോകുമെന്നൊക്കെ പറഞ്ഞു കേട്ടോ. അപ്പോൾ ആ ഒരു സന്തോഷം കൂടെ ഞാൻ അറിയിച്ചാണ്. അപ്പോൾ നമ്മുടെ കറിയൊക്കെ ആയിട്ടുണ്ട്, കോഴിമുട്ട കറിയൊക്കെ ഞാനിവിടെ വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ചപ്പാത്തി ഉണ്ടാക്കാം. ചപ്പാത്തി ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നതിൻ്റെ ഇടയിൽ ഒരു ട്വിസ്റ്റ് ഉണ്ടായിട്ടോ. എന്താണെന്ന് വെച്ചാൽ വേറൊന്നുമല്ല, പരത്തിക്കൊണ്ടിരിക്കുന്നതിൻ്റെ ഇടയിൽ നമ്മൾ ചൂടുകയും ചെയ്യുമല്ലോ, ഞാൻ ആ ഒരു പണി ഒപ്പമാണ് കേട്ടോ ചെയ്തെടുക്കൽ.
അതിൻ്റെ ഇടയിൽ നമുക്ക് ഗ്യാസ് ഇവിടെ തീർന്നിട്ടുണ്ട്. പക്ഷേ ഞാൻ അവിടെ നിറച്ച് വെച്ച ഗ്യാസ് കുറ്റി വേറെ ഉണ്ടായിരുന്നു കേട്ടോ. അതുകൊണ്ട് പിന്നെ കാര്യം എളുപ്പമായി. അല്ലെങ്കിൽ ഞാൻ അപ്പുറത്തെ വീട്ടിൽ നിന്നൊക്കെ ഇടയ്ക്ക് വാങ്ങിക്കാറുണ്ട്. നമ്മൾ സാധാരണക്കാരല്ലേ, അപ്പോൾ അങ്ങനെയൊക്കെ ഉണ്ടാവുമല്ലോ. അപ്പോൾ ഞാൻ അതൊക്കെ കഴിഞ്ഞ് ചപ്പാത്തി ഉടലൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇനിയിപ്പോൾ ഇതാ കുറച്ച് പാത്രങ്ങളും കൂടെ കഴുകാനുണ്ട് കേട്ടോ. പാത്രങ്ങളും കൂടെ കഴുകി എടുക്കുന്നുണ്ട്. അപ്പോൾ ഈ പാത്രം കഴുകുന്നതോടുകൂടി ഈ ഒരു വാഷ് ഫേസ് നന്നായിട്ടൊന്ന് വൃത്തിയാക്കുകയും കൂടി ചെയ്തിട്ടുണ്ടെങ്കിൽ ആ ഒരു പണീൻ്റെ ഒപ്പം തന്നെ കഴിഞ്ഞു കിട്ടും കേട്ടോ. നമ്മൾ അതിന് വേണ്ടിയിട്ട് വേറൊരു സമയം കണ്ടെത്തേണ്ട ഒരു ആവശ്യമില്ല. അപ്പോൾ ഈ പാത്രം കഴുകുമ്പോൾ ആ ഒരു സിങ്കും അതുപോലെ അതിൻ്റെ ആ മുകളിലുള്ള വാൾട്ടയിലൊക്കെ ഒന്ന് കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുണ്ടെങ്കിൽ ആ ഒരു പണി അതോടുകൂടി കഴിയുന്നതായിരിക്കും. ഡീപ്പായിട്ട് ക്ലീൻ ചെയ്യുമ്പോൾ നമുക്ക് ലിക്വിഡും അതുപോലെ കോൾഗേറ്റൊക്കെ ഇട്ടിട്ട് ചെയ്യാം. പക്ഷേ ഇത് എപ്പോഴും ഇങ്ങനെ ക്ലീനായിട്ട് കിടക്കണം എന്നുണ്ടെങ്കിൽ നമ്മൾ ഇതിൻ്റെ കൂടെ തന്നെ ചെയ്താൽ മതി കേട്ടോ. അപ്പോൾ അതൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. പിന്നെ നമ്മുടെ വീഡിയോസ് പഴയ പോലെ എന്താണെന്നറിയില്ല, യൂട്യൂബിൻ്റെ കാരണം കൊണ്ടാണ്, യൂട്യൂബ് തന്നെയാണോ എന്നൊന്നും അറിയില്ല, ഒരുപാട് കയറുന്നില്ല കേട്ടോ. മാക്സിമം നിങ്ങൾ സ്കിപ്പ് ചെയ്യാണ്ടൊന്ന് കാണണേ. അപ്പോൾ കഴിഞ്ഞ വീഡിയോസിനൊക്കെ ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്ത കമൻസ് അറിയിച്ച എല്ലാവർക്കും ഒരുപാട് നന്ദിയുണ്ട് കേട്ടോ. നിങ്ങൾ എത്രയെങ്കിലും എൻ്റെ വീഡിയോസ് എത്തുന്നത് നിങ്ങൾ സ്കിപ്പ് ചെയ്യാണ്ട് കാണുന്നത് കൊണ്ടാണ്. അപ്പോൾ നിങ്ങളാണ് നമ്മുടെ വിജയത്തിന് കാരണക്കാർ. അപ്പോൾ നിങ്ങൾ എപ്പോഴും നമ്മുടെ വീഡിയോസൊക്കെ കണ്ട് ലൈക്ക് ചെയ്യാനും കമൻസ് ചെയ്യാനൊക്കെ ശ്രമിക്കുക കേട്ടോ. അപ്പോൾ ഞാനത് പാത്രം കഴുകലൊക്കെ കഴിഞ്ഞ് അവിടെയൊക്കെ വൃത്തിയാക്കിയിട്ട് ചോറിനുള്ള വെള്ളം വെച്ചു. അത് തിളച്ചപ്പോൾ നമ്മൾ അരിയൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതിന് ശേഷം അതാ നമ്മൾ കുറച്ച് രാവിലെ എണീറ്റപ്പം വാഷിംഗ് മെഷീനിൽ തുണിയിട്ടുണ്ടായിരുന്നു കേട്ടോ. കാരണം ഇക്കാക്ക് നാളെ പോകണം. അപ്പോൾ ആ തുണികളൊക്കെ ഒന്ന് കഴുകിയെടുക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ നമ്മുടെ ഈ പണികളൊക്കെ ആകുമ്പോഴേക്കിനും അത് കഴിഞ്ഞു കേട്ടോ. ആ ഒരു പ്രോസസ്സ് കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഞാനതൊന്ന് വിരിച്ചിടട്ടേന്ന് വിചാരിച്ച് ബാക്കിലേക്ക് വന്നിട്ടുണ്ട്. അപ്പോൾ വേഗം ഉണങ്ങി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതൊക്കെ തേച്ച് മടക്കി വെക്കാമല്ലോ, നാളെ പോകാനായിട്ട്. നേരത്തെ പോകണം എന്നാണ് പറഞ്ഞത്. അപ്പോൾ ഇക്കാൻ്റെയൊക്കെ വേഗം ഞാൻ തോരാനിടുകയാണ് കേട്ടോ. അപ്പോൾ എന്താണ് നിങ്ങളുടെയൊക്കെ വിശേഷങ്ങൾ? എല്ലാവരും വിശേഷങ്ങളൊക്കെ ഒന്ന് പങ്കുവെക്കുക കേട്ടോ. നമുക്ക് രാവിലെ ഇപ്പോൾ അതാ ഒരു 10 മണി മക്കൾ പോകാനാകുമ്പോഴേക്കിനും ഈ ഒരു പണികളൊക്കെ നമ്മുടെ കഴിഞ്ഞു കേട്ടോ. ഇനിയിപ്പോൾ വീട് വൃത്തിയാക്കുക, ഒന്ന് അടിച്ചു കോരി തുടച്ച് വൃത്തിയാക്കേണ്ട ഒരു കാര്യം മാത്രമേ ഉള്ളൂ. പിന്നെ അതാ മീൻ രാവിലെ ഞാൻ ഇന്നലെ വാങ്ങിച്ച മീനാണ്, കുറച്ച് നമ്മൾ ഇന്നലെ പൊരിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ അതാ ഇതൊന്ന് കറി വെക്കാമെന്ന് വിചാരിക്കുകയാണ്. അയല അപ്പം അതിനടുത്ത് വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ. ഈ ഒരു കറിയും കൂടെ വെക്കണം. അപ്പോഴേക്കിന് ഇക്കാക്ക് പള്ളിക്ക് പോകാൻ വേണ്ടി സമയമായി. അപ്പോൾ ഞാനത് ഒരുക്കി വിടാൻ നിൽക്കുകയാണ് കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. നമ്മുടെ വീഡിയോസൊക്കെ നിങ്ങൾക്ക് ഇഷ്ടമായി എന്ന് ഞാൻ വിചാരിക്കുകയാണ്. നമ്മുടെ ഈ ഒരു കുഞ്ഞു വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻസ് അറിയിക്കുക. സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാർ ആരെങ്കിലും ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാട്ടോ. അപ്പോൾ അടുത്തൊരു അടിപൊളി വീഡിയോ ആയിട്ട് കാണുന്നവരേക്കും എല്ലാവർക്കും ടാറ്റാ.